നമസ്തേ. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മുണ്ടകോപനിഷത്തിനെ പറ്റിയാണ്. മുണ്ടകോപനിഷത്ത് അഥർവവേദത്തിലെ ഒരു പ്രധാന ഉപനിഷത്താണ്. മുഖ്യ ഉപനിഷത്തുകളിൽ ഒന്നാണ്. അഥർവവേദത്തിൽ 3 മുഖ്യ ഉപനിഷത്തുകളാണുള്ളത്. ദശോപനിഷത്തിൽ 3 അഥർവവേദത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിൽ ഒരെണ്ണം നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് മാണ്ഡൂക്യ ഉപനിഷത്താണ്. ഈ ദശോപനിഷത്തുകളിൽ ഏറ്റവും ചെറിയ ഉപനിഷത്താണ് അത്. ഇനി രണ്ടാമത് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് മുണ്ടക ഉപനിഷത്താണ്. അത് കഴിഞ്ഞാൽ പ്രശ്നോപനിഷത്ത്. അപ്പോൾ 3 അഥർവവേദ ഉപനിഷത്തുകളും നാം കണ്ടു കഴിയും. അതോടുകൂടി 10 മുഖ്യ ഉപനിഷത്തുകളും നാം കണ്ടു കഴിയും. കൂടാതെ നമ്മൾ ശ്വേത അശ്വതര ഉപനിഷത്ത് എന്ന തുല്യ പ്രാധാന്യമുള്ള മറ്റൊരു ഉപനിഷത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നേരത്തെ തന്നെ. അപ്പോൾ ഇത് 9ാമത്തെ അല്ലെങ്കിൽ 11 എടുത്താൽ 10ാമത്തെ ഉപനിഷത്താണ്. മുണ്ടകോപനിഷത്ത് അഥർവവേദത്തിൽ നിന്ന് എടുത്തതായതുകൊണ്ട് അതിൻ്റെ ശാന്തി മന്ത്രം മാണ്ഡൂക്യ ഉപനിഷത്തിൽ നാം കണ്ടത് തന്നെയാണ്. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമാക്ഷഭിർ യജത്രാഹ സ്ഥിരൈരംഗൈ സ്തുഷുവാംസസ്തനുഭിർ വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധസ്രവാഹ സ്വസ്തി ന പൂഷാ വിശ്വവേദാഹ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഇതാണ് ഈ ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ് ഈ ശാന്തി മന്ത്രം. അപ്പം ഇത് തുടങ്ങുന്നത് തന്നെ, ഈ ഉപനിഷത്ത് തുടങ്ങുന്നത് തന്നെ അത് ബ്രഹ്മാവ് ആണ് ഈ ഉപനിഷത്ത് വിദ്യകൾ, ഉപനിഷത്തെന്ന് മാത്രമല്ല വിദ്യകൾ ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള വിദ്യകളുടെ എല്ലാം കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് ബ്രഹ്മാവാണെന്ന്. ആ ബ്രഹ്മാവ് തൻ്റെ പുത്രനായ സീമന്തപുത്രനായ അഥർവന് ഉപദേശിച്ചു കൊടുത്തു എന്നുമാണ് കഥ. അത് പറഞ്ഞുകൊണ്ടാണ്, ആ പരമ്പര പറഞ്ഞുകൊണ്ടാണ് ഉപനിഷത്ത് തുടങ്ങുന്നത് തന്നെ. മുഖ്യ ഉപനിഷത്തിൻ്റെ, അതായത് ബ്രഹ്മ പ്രഥമ ദേവനാണ്, ദേവന്മാരിൽ ഏറ്റവും പ്രഥമനായിട്ടുള്ള ദേവനാണ്. അങ്ങനെ പ്രഥമ ദേവനായിട്ടുള്ള ആളാണ് ഈ എല്ലാ വിദ്യകളുടെയും ആധാരം. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ബ്രഹ്മവിദ്യ എല്ലാ വിദ്യകളുടെയും മൂലമാണ്. ആ ബ്രഹ്മവിദ്യ അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ അഥർവന്. അഥർവൻ്റെ കയ്യിൽ നിന്ന് ഇതിങ്ങനെ പലർക്കും കിട്ടി അവസാനം അങ്കിരസിൻ്റെ കയ്യിലെത്തും. അങ്കിരസിനെ ഒരു ഗ്രഹസ്ഥൻ, ശൗനകൻ എന്ന് പറയുന്ന ഒരു ഗ്രഹസ്ഥൻ അങ്കിരസിനെ സമീപിക്കുന്നു. ഗുരു, എന്നെ പഠിപ്പിക്കണം. എന്താണ് പഠിപ്പിക്കേണ്ടത്? ഏതറിഞ്ഞാലാണോ എല്ലാം അറിയുന്നതാകുന്നത് ആ വിദ്യ എന്നെ പഠിപ്പിക്കണം. അതാണ് ശൗനകൻ്റെ അഭ്യർത്ഥന. ശൈനകോഹ വൈ മഹാശാലോ അങ്കിരസം വിധിവതുപസന്ന പപ്രച്ഛ. വിധിപൂർവം അങ്കിരസിനെ സമീപിച്ചിട്ട് മഹാശാല എന്ന് വെച്ചാൽ ഗ്രേറ്റ് ഹൗസ് ഹോൾഡർ, ഒരു ഗൃഹസ്ഥ ആശ്രമത്തിൽ ജീവിക്കുന്ന ഒരാൾ, വളരെ മഹത്തായിട്ടുള്ള ഒരാൾ, അദ്ദേഹം വന്ന് ചോദിക്കുന്നു, കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതറിയുമ്പോഴാണ് ഹേ ഭഗവാനെ ഈ എല്ലാം അറിവാകുന്നത്? ആ വിദ്യ എന്നെ പഠിപ്പിക്കണം. പക്ഷേ അങ്കിരസ് പറഞ്ഞു തുടങ്ങുന്ന പറഞ്ഞാൽ 2 തരത്തിലുള്ള വിദ്യയുണ്ട്, അപരാവിദ്യയും പരാവിദ്യയും. അപരാവിദ്യ എന്ന് പറയുന്നതാണ് ഈ 4 വേദങ്ങളും അതുപോലെ തന്നെ വേദാംഗങ്ങളും അങ്ങനെയുള്ളതാണ്. 6 വേദാംഗങ്ങളുണ്ട്. അത് മുഴുവൻ അങ്ങനെയുള്ളതാണ്. ഏതൊക്കെയാണ്? ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, അങ്ങനെ 6 വേദാംഗങ്ങളുണ്ട്. അതെല്ലാം എന്ന് പറയുന്ന അപരാവിദ്യയാണ്. പരാവിദ്യ എന്താണ്? അക്ഷരമായതിനെ അറിയുന്നതാണ് പരാവിദ്യ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആ
പരാവിദ്യയെക്കുറിച്ച്, പരാവിദ്യ എന്താണെന്ന് പറയുന്നു, അക്ഷരമായത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. അത് ഈ ഉപനിഷത്തിലെ ഈ തത്വ പ്രബോധനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം അല്ല, ഒരു മന്ത്രമാണ് എന്ന് പറയാം. ആ മന്ത്രം ആത്മാവിനെ കുറിച്ചുള്ള മന്ത്രമാണ്. അത് നമ്മൾ ഓരോ എല്ലാ ഉപനിഷത്തുകളിലും പറയുന്നത് ഈ ഭൗതിക ലോകത്തിൻ്റെ ഏറ്റവും പരമമായ സത്യത്തെക്കുറിച്ചാണ്, അതായത് ആത്മാവിനെ കുറിച്ചാണ്. അതിനെപ്പറ്റി വിവിധ ഋഷിമാർ വിവിധ വീക്ഷണകോണങ്ങളിൽ കണ്ട് വിവരിക്കുകയാണ്, പറഞ്ഞു തരികയാണ്. നമുക്ക് ഏറ്റവും ആത്യന്തിക സത്ത എന്താണ്, ആ സത്തയെക്കുറിച്ച് പറയാൻ. എന്തിനാണ് അത് പറയുന്നത്? അതറിഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം മനസ്സിലാകും. ഇത് ഒരിക്കൽ നമ്മൾ കണ്ടതാണ്. അത് ചാന്തോക്യോപനിഷത്തിൽ ശ്വേതകേതു മകനോട് പറയുന്നു, നീ ആ വിദ്യ നീ ചോദിച്ച് മനസ്സിലാക്കിയോ? ഏത് വിദ്യയാണ്? ഏതറിഞ്ഞാലാണോ കാണാൻ വയ്യാത്തത് കാണുന്നതും, അതായത് കാഴ്ചയ്ക്ക് അതീതമായതിനെ നമ്മൾ കാണുന്നത് ഏത് വിദ്യ അനുസരിച്ചാണ്? അതുപോലെ കേൾവിക്കപ്പുറമായതിനെ നമുക്ക് കേൾക്കുന്നത് ഏത് വിദ്യ കൊണ്ടാണ്? ആ വിദ്യ നീ നേടിയോ? അത് എനിക്കത് ആ വിദ്യ അറിഞ്ഞുകൂടാ അച്ഛാ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പഠിപ്പിക്കുന്നു. അതുപോലെ അതേ ചോദ്യമാണ് ഋഷിമാർ സ്വയം ചോദിക്കുന്നതും നമുക്കായിട്ട് ഉത്തരം പറഞ്ഞു തരുന്നതും. അതേപോലുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ശൗനകൻ വന്ന് ചോദിക്കുകയാണ്, ഏത് വിദ്യ അറിഞ്ഞാലാണ് എനിക്ക് എല്ലാം അറിവാകുന്നത്? ആ വിദ്യ എന്നെ പഠിപ്പിക്കൂ എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന ആ വിദ്യ, പരാവിദ്യ എന്ന് പറയുന്നത്, ആ മഹത്തായ വിദ്യ, ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യ എന്ന് പറയുന്നത് ഈ അക്ഷരമായതിനെ അറിയുന്നതാണ്. അക്ഷരമായത് എന്താണ്? അതാണ് അദ്ദേഹം അടുത്ത യത് തദ്ദ്രേശ്യം അഗ്രാഹ്യം. അദ്രേശ്യം ഒരു പഴയ നമ്മൾ കേട്ടിട്ടുള്ള കാര്യം തന്നെ, കാണാൻ പറ്റാത്തതാണ്. അദ്രേശ്യം, അഗ്രാഹ്യം, അഗോത്രം, അവർണം, അചക്ഷുശ്രോത്രം, തത് അപാണിപാദം, നിത്യം, വിഭും, സർവഗതം, സുസൂക്ഷ്മം, തത് അവ്യയം, തത് ഭൂതയോനിം പരിപശ്യന്തി ധീരാഹ. ഭൂതപോലെ എല്ലാ ഭൂതങ്ങളും ഉണ്ടായത് അതിൽ നിന്നാണ്. അതാണ് ഭൂതയോനിയാണത്. ആ ശക്തിയിൽ നിന്നാണ് സകല ഭൂതങ്ങളുണ്ടായത്. അതായത് പ്രപഞ്ചമുണ്ടായത് ആ ശക്തിയിൽ നിന്നാണ്. അതെങ്ങനെയുള്ള ശക്തിയാണ്? അദ്രേശ്യം, അതിനെ കാണാൻ പറ്റത്തില്ല. അഗ്രാഹ്യം, നമുക്ക് അതിനെ മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ പറ്റത്തില്ല. അഗോത്രം, വേറെ എവിടുന്നെങ്കിലും ജനിച്ചു വന്നതല്ലെന്നർത്ഥം, അനാദിയാണെന്നർത്ഥം. അവർണം, വർണ്ണമില്ല എന്നുവെച്ചാൽ അവർണമാണ്, വർണ്ണരഹിതമാണ്. വർണ്ണരഹിതമായിട്ട് ഒന്നേ ഉള്ളൂ, അത് ഈശ്വരനാണ്. അതിൽ നിന്നുണ്ടായി വരുന്നതിനാണ് വർണ്ണ വ്യത്യാസങ്ങളുള്ളത്. അവർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവർണനെന്നും സവർണനെന്നും ഒക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ വിഭജിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് തെറ്റാണ്. അവർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളേ ഉള്ളൂ, അത് പരമാത്മാവാണ്, ഈശ്വരനാണ്. എല്ലാ ആളുകളും, ഈ മനുഷ്യകുലം മുഴുവൻ ഏതെങ്കിലും ഒരു വർണ്ണത്തിൽ, 4 ചതുർവർണ്ണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽപ്പെട്ടതാണ്. അതാണ് ഉപനിഷത്തുകൾ പറയുന്നത്, അതാണ് ഗീത പറയുന്നത്, അതാണ് ഋഗ്വേദം പറയുന്നത് പുരുഷ സൂക്തത്തിൽ. അപ്പം ഇതാണ് ഇതിനകത്തുള്ള അവർണ സവർണ വ്യത്യാസം എന്ന് പറയുന്നത്. സവർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വർണ്ണത്തിലുള്ളവനാണ്, സമാന വർണ്ണത്തിലുള്ളവനാണ് സവർണൻ. വലിയ പണ്ഡിതന്മാരാണെന്ന് PhD ഒക്കെ വെച്ച് നടക്കുന്ന ആളുകൾ തന്നെ ഇത് തെറ്റിച്ചാണ് പറയുന്നത്. എന്തിനാണ്? അത് ഹിന്ദുക്കളെ വിഭജിക്കാനാണ്. കുറെ ആൾക്കാരെ അവർണരാക്കി, നീചന്മാരാക്കി, ദളിതന്മാരാക്കി അങ്ങനെ മാറ്റി നിർത്തി അവരോട് പറയുകയാണ്, ഈ സവർണന്മാർ നിങ്ങളുടെ ശത്രുക്കളാണെന്ന്. ഇങ്ങനെ വിഭജിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ തരത്തിലുള്ള വിഡ്ഢിത്തമായിട്ട് നടക്കുന്നത്. അത് മനഃപൂർവ്വമായാലും അല്ലെങ്കിലും വിഡ്ഢിത്തം തന്നെയാണ്. അത് അവർ നിർത്തണം. ഇതാണ് ഒരു പറഞ്ഞു വരുന്നത്. തദ്ദ്രേശ്യം, അഗ്രാഹ്യം, അഗോത്രം, അവർണം. അഗോത്രം എന്ന് പറഞ്ഞിട്ടാണ് അവർണം എന്ന് പറയുന്നത്. ഗോത്രത്തിൽ നിന്നുണ്ടായി വന്നല്ലോ, ഗോത്രത്തിൽ ഉണ്ടായി വരുമ്പോഴാണല്ലോ വർണ്ണ ഇതൊക്കെ ആകുന്നത്, വർണ്ണ വിഭജനം വരുന്നത്. അങ്ങനെയല്ലെന്നർത്ഥം. അതായത് കളറിനെ കുറിച്ചല്ല പറയുന്നതെന്നർത്ഥം. അതാണ് അഗോത്രം, അവർണം. അചക്ഷുശ്രോത്രം, ചക്ഷുസ്സുകളില്ല, ശ്രോത്രങ്ങളില്ല. തദപാണിപാദം, കൈകാലുകളുമില്ല.
നിത്യമായിട്ടുള്ളതാണ്. വിഫും എന്നാണ്, സർവവ്യാപിയാണ്, സർവഗതം. സർവവ്യാപി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു, എല്ലായിടത്തും പോകുന്നതാണ്, എന്നുവെച്ചാൽ എല്ലായിടത്തും എത്തും. അത് സുസൂക്ഷ്മം, ഈ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വെച്ച് കാണാൻ പറ്റാത്തത്. അത് അവ്യയം, ഒരു മാറ്റവുമില്ല അതിന്. അവ്യയമാണ്, വ്യയം ചെയ്യപ്പെടുന്നില്ല, ഇല്ലാതാകുന്നില്ല. ഇപ്പൊ നമ്മളൊരു മന്ത്രം കേട്ടിട്ടുണ്ടല്ലോ, പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. അതിനോട് എന്ത് ചേർന്നല്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് പോയാലും എല്ലാം പൂർണ്ണം തന്നെ, അവ്യയമാണത്. യത് ഭൂതയോനിം പരിപശ്യന്തി ധീരാഹ, ബുദ്ധിമാന്മാർ, വിവേകികൾ ഇതിനെയാണ് ഭൂതയോനിയായിട്ട് കാണുന്നത്. ഭൂതയോനി എന്നുള്ള അർത്ഥം ഉണ്ട്. ഭൂതയോനി, ഭൂതം ഇങ്ങനെ പ്രസവിച്ചിടുക എന്നല്ല എൻ്റെ അർത്ഥം. ഭൂതയോനി, ഉറവിടം, എല്ലാം ഇതിൽ നിന്നുണ്ടായതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മഹാതത്വം. ഈ യത്തദ്രേശ്യം അഗ്രാഹ്യം അഗോത്രം അവർണം അചക്ഷുശ്രോത്രം തദപാണിപാദം നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം തദവ്യയം യത് ഭൂതയോനിം പരിപശ്യന്തി ധീരാഹ. ഇതാണ് അത്. അപ്പം ശൗനകന് ഈ അക്ഷരമായത് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിനെ അറിഞ്ഞാൽ നിനക്കെല്ലാം അറിവാകും എന്നർത്ഥം. ഇതിനെ അറിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതായിത്തീർന്നാൽ, ഞാനൊരു ഉദാഹരണം ഇടയ്ക്ക് പറയാറുണ്ട്. അതായത് പഞ്ചസാരയ്ക്ക് മധുരം ഉണ്ടെന്നുള്ളത് പഞ്ചസാര തിന്നാത്ത ആളുകൾക്കും അറിയാം, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പഞ്ചസാര എന്ന് പറഞ്ഞാൽ മധുരമുള്ളതല്ലേ, അല്ലെങ്കിൽ വേറെ ആസിഡ് എന്ന് പറഞ്ഞാൽ പുളിക്കത്തില്ലേ. അങ്ങനെ നമുക്ക് അതൊരു അറിയാം. പക്ഷെ അത് രുചിച്ചു നോക്കിയാലേ നമുക്ക് അതായി തീരാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മൾ അതിനെ ശരിക്ക് അറിയുന്നതെന്ന് അർത്ഥം. പഞ്ചസാര അറിയണമെങ്കിൽ പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഇതാണ് മധുരം. മധുരമുള്ള വേറെ ഒരുപാട് പദാർത്ഥങ്ങൾ ലോകത്തുണ്ട്. പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര തിന്ന് നോക്കണം, അതിൻ്റെ മധുരം അറിയണം. അതുപോലെയാണ് ഈ ആത്മചൈതന്യത്തെ, ആത്മസാക്ഷാത്കാരം നേടുക എന്ന് പറഞ്ഞു ആത്മാവിനെ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ആത്മാവ് എന്നുള്ളത് നമ്മളിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. അതുപോലെ അതിന് നമ്മൾ സാക്ഷാത്കരിക്കണം, അതിനുമായിട്ട് സാമ്യം പ്രാപിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം അറിവാകുകയുള്ളൂ. എല്ലാം അറിവാകുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും മൂലമായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണ്. അല്ലാതെ നമുക്ക് ന്യൂറോ സർജറിയൊക്കെ ചെയ്യാൻ പറ്റുമെന്നല്ല എൻ്റെ അർത്ഥം. അതെങ്ങനെയാണെന്ന് നമ്മൾ അറിയുമെന്നല്ല എൻ്റെ അർത്ഥം. അത്തരം വിഡ്ഢി ചോദ്യങ്ങൾ ചോദിക്കരുത്. ഏറ്റവും മൂലമായിട്ടുള്ള കാര്യത്തെയാണ് നമ്മൾ അറിഞ്ഞത്. ഇത് അതിൻ്റെ ഇതല്ലേ. ഒരു പൂവിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് പൂവാണല്ലോ, ഇതല്ലേ, ഇത് പൂവാണല്ലോ എന്ന് നമുക്കൊരു ബോധം ഉണ്ടാവും. അപ്പം അതുപോലെ അത് പൂവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു വെച്ചതുകൊണ്ട് ഏത് പൂ കണ്ടാലും അത് പൂവാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകുന്നത് അതുകൊണ്ടാണ്. അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പം അതുപോലെ ആ മൂലവസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ട്. അപ്പം അതിൻ്റെ നാമരൂപങ്ങൾ നമ്മൾ എവിടെ കണ്ടാലും നമുക്കത് മനസ്സിലാകും. അതാണ് ചാന്ദ്രോപനിഷത്തിൽ ശ്വേതകേതുവിനെ പറഞ്ഞ് ഉദ്ദാലകാരുണി പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അതാണ് വാചാരംഭണം വികാരോ നാമധേയ. വാക്കുകളെ കൊണ്ട് പിടിപ്പിക്കുക, വാക്കുകളാൽ വരുന്ന, വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്ന നാമധേയങ്ങളും അതുപോലെ രൂപങ്ങളുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കിയുള്ളതെല്ലാം അതാണ്. അപ്പം അതിൽ നിന്ന് എങ്ങനെയാണ് ഈ ഭൂതങ്ങളുണ്ടായത്? അതാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്. 1:1:6 ഞാനിപ്പം പറയുന്നത് യത്തദ്രേശ്യം എന്ന് പറയുന്നത്. യത്തദ്രേശ്യം. ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ. ആദ്യം സൂചിപ്പിക്കേണ്ടതായിരുന്നു. അതായത് മുണ്ടകോപനിഷത്ത് എന്ന് പറയുന്നത് 3 മുണ്ടകങ്ങളിലായിട്ടാണ് ഇതിലെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ 3 മുണ്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ 3 അധ്യായങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ 3 മുണ്ടകങ്ങളെയും ഈ 2 ഖണ്ഡങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അപ്പം 3 മുണ്ടകങ്ങൾ, അവയ്ക്ക് ഓരോന്നിനും 2 ഖണ്ഡങ്ങൾ വീഴും. അപ്പം അതിൻ്റെ ഒരു മന്ത്രത്തെ പരാമർശിക്കുന്നത് ആദ്യം മുണ്ടകം, ഖണ്ഡം, പിന്നെ വാക്യമോ അല്ലെങ്കിൽ മന്ത്രമോ ശ്ലോകമോ അതിനെ ഒരു വാക്യം, ഒരു മന്ത്രത്തെ പരാമർശിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ 1:1:6 എന്ന് പറഞ്ഞാൽ 1-ാം മുണ്ടകത്തിൽ 1-ാം ഖണ്ഡത്തിൽ 6-ാം മന്ത്രം എന്നർത്ഥം. അതാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ച അക്ഷരമായത് എന്ത് എന്ന് പറയുന്നത്. അത് ആത്മാവ് തന്നെയാണ്
എന്നുള്ളത് അതിലെ വിവരണങ്ങളുടെ സൂചന കണ്ടാൽ നമുക്ക് ബോധ്യമാകും. അത് എങ്ങനെയാണ് അതിൽ നിന്ന് ഭൂതങ്ങളുണ്ട്? യഥോർണനാഭിസൃജതേ ഗൃഹണതേ ച യഥാ പൃഥിവ്യാമോഷധയ സംഭവന്തി യഥാ സതപുരുഷാത് കേശലോമാനി തഥാ അക്ഷരാത് സംഭവതീഹ വിശ്വം. അതാണ് പറയുന്നത്. ഊർണനാഭി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചിലന്തി എങ്ങനെയാണ് വല കെട്ടുന്നത്? അതിനകത്തുനിന്നൊരു പശ പോലൊരു സാധനം വരെ അത് ഉപയോഗിച്ച് വിടും. എന്നിട്ട് അതിനെ അത് പിൻവലിക്കുകയും ചെയ്യും. അതുപോലെയാണ് ഈ പരമമായ സത്ത, അതായത് ഭൂതയോനി, അതായത് ഈ അക്ഷരമായ വസ്തു, അത് ഇങ്ങനെ ഭൂതങ്ങളെ ഉദ്ഭവിപ്പിക്കുന്നത് അതുപോലെയാണ്. എന്നുവെച്ചാൽ അതിനൊരു മാറ്റവും വരുത്തില്ല. ഇപ്പോൾ ചിലന്തി ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലന്തിക്കൊരു മാറ്റവും വരുന്നില്ല. ചിലന്തി എന്നുള്ള ഒരു സ്രവം ഉപയോഗിച്ച് അത് കെട്ടുന്നു, അത് അതുപോലെ തന്നെ തിരിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ പൃഥിവ്യാമോഷധയ സംഭവന്തി. പക്ഷെ മരങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നത് പോലെയാണ്. ഈ മരങ്ങളുടെ അംശം അതിനകത്തുണ്ട്, അല്ല ഭൂമിയുടെ അംശം അതിൽ വരുന്നുണ്ട്. പക്ഷെ ഇതുണ്ടായാലും ഭൂമിക്കൊന്നും സംഭവിക്കുന്നില്ല. ഭൂമി അവിടെ തന്നെ മരങ്ങൾ വീണ് നശിച്ച് ഭൂമിയോട് തന്നെ ചേരുന്നുണ്ട്. ഇതാണ് ഉദാഹരണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി 1:8 ഇതെങ്ങനെയാണ്? തപസ്സാചിയതേ ബ്രഹ്മ. ഈ ഇതൊക്കെ അക്ഷരമായതിൽ നിന്നുണ്ടാവുന്നു. ഈ ഭൂതയോനിയാണ് അക്ഷരമായത്. അത് എങ്ങനെ ഉണ്ടാകുന്നു? അതിൻ്റെ ഒരു രീതിയാണ് പറഞ്ഞ്. ഊർണനാഭിയിൽ നിന്ന് വല ഉണ്ടാകുന്നതും അതുപോലെ തന്നെ അത് തിരിച്ചെടുക്കുന്നതും പോലെയാണ് ഇത് ഭൂതങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം അതിനെന്താണ് പ്രക്രിയ? ബ്രഹ്മത്തിൽ, അതായത് നമുക്കറിയാം ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മാവിൻ്റെ ഒരു ഭൗതിക പ്രകടനമാണ്. ഭൗതികതയും കൂടെ ചേരുന്നതാണ് ബ്രഹ്മം. ആത്മാവ് പ്ലസ് ഭൗതികത, അത് ഭൗതിക ശക്തി. അതായത് ആത്മാവ് ഭൗതിക ശക്തിയെ ഉദ്ദീപിപ്പിക്കുന്നു. ഈ ഭൗതിക ശക്തി എവിടെയായിരുന്നു? ആത്മാവിൽ തന്നെ ഉള്ളടങ്ങിയിരിക്കുകയായിരുന്നു. നമുക്കറിയാം ആകെയുള്ള ഭൗതികോർജത്തിൻ്റെ അളവ് 0ആണ്. അപ്പോൾ അതെവിടെങ്കിലും ചെന്ന് ചേരുന്നതിന് പ്രത്യേക ഇടമൊന്നും വേണ്ട. അതുപോലെ ഇടമില്ലാത്ത ഒരു സാധനമാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ ആ ശക്തിയിൽ ഇതും ഉണ്ടായിരുന്നു. അത് ഉദ്ദീപിപ്പിക്കുമ്പോൾ അതിന് ഇത് പ്രപഞ്ച സൃഷ്ടിക്കായിട്ട് അതിനെ ഉണർത്തുമ്പോഴാണ് ആ ഉണർന്നു നിൽക്കുന്ന ശക്തിയെ, അതെങ്ങനെ ഉണർന്നു നിൽക്കുമ്പോൾ ആത്മാവിന് പറയുന്ന ഒരു പുരുഷൻ എന്നാണ്, മറ്റേതിന് പ്രകൃതി, പുരുഷപ്രകൃതി ദ്വന്ദ്വമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. തപസാചീയതേ ബ്രഹ്മ. തപസ്സുകൊണ്ട് ബ്രഹ്മം വികസിക്കുന്നു. അതാണ് നമ്മൾ ഓർക്കണം. ആധുനിക വിജ്ഞാനം അനുസരിച്ച് ഒരു ഏകമായ ആറ്റം വികസിച്ചാണ്, വിസ്ഫോടനം പോലെ നടന്നിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായെന്നാണ് അവർ പറയുന്നത്. ഇത് നോക്കണം. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മം വികസിക്കുന്നു. ബ്രഹ്മത്തിൽ എന്താണ്? ബ്രഹ്മത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഭൗതിക കണം, ആത്മശക്തിയാൽ നിലനിർത്തപ്പെടുന്ന ഒരു ഭൗതിക കണമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അത് വികസിക്കുമ്പോൾ അതിൽ നിന്ന് അന്നമുണ്ടാകുന്നു. അന്നത്തിൽ നിന്ന് പ്രാണനും മനസ്സും സത്യമായ ഈ ലോകങ്ങളും, അതുപോലെ തന്നെ കർമ്മസുച്ച അമൃതം, അമൃതമായ കർമ്മങ്ങളുണ്ട്. അമൃതമായ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത കർമ്മങ്ങളും ഉണ്ടാവുന്നു. കർമ്മങ്ങളിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. കർമ്മം ചെയ്യാതെ ആർക്കും ഒന്നിനും ഈ ലോകത്ത് നിലനിൽക്കാൻ പറ്റത്തില്ല. ജീവനുള്ളവന് ജീവിക്കാൻ പറ്റത്തില്ല. കർമ്മം അനിവാര്യമാണ്. അതാണ് അപ്പം തപസ്സാചീയതേ ബ്രഹ്മ. തപസ്സുകൊണ്ട് ബ്രഹ്മം വികസിക്കുന്നു. എന്നിട്ട് അതിൽ നിന്നാണ് അന്നമായാലും അതുപോലെ തന്നെ പ്രാണനും മനസ്സും സത്യമായ ലോകങ്ങളും അനന്തമായ കർമ്മങ്ങളും ഉണ്ടാകുന്നു. ഇതൊക്കെ അന്നം അതിൽ നിന്ന് എങ്ങനെ ഉണ്ടാകുന്നു? ഇത് വികസിക്കുമ്പോൾ എന്ന് വെച്ചാൽ അതിനകത്തൊരു ഭൗതിക ഗണമാണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ്, മൾട്ടിപ്ലൈ ചെയ്ത് വലുതാകും വസ്തുക്കളാകുന്നതിനാണ് ഈ തപസ്സാചീയതേ ബ്രഹ്മൻ വികസിക്കുന്നു എന്ന് പറയുന്നത്. ആ അതിൽ നിന്നാണ് അന്നം ഉണ്ടാകുന്നത്. അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറും
അതുപോലെ തന്നെ ചപ്പാത്തിയൊന്നുമല്ല. അതായത് അരിയും ഗോതമ്പൊന്നും മാത്രം പറയാൻ പറ്റത്തില്ല, അതും അന്നം തന്നെയാണ്. അപ്പോൾ ആ അന്നം ഉണ്ടാകുന്നു. അതെങ്ങനെയാണ് അന്നം ഉണ്ടാകുന്നത്? ആ അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു തന്നിലേക്ക് സ്വീകരിക്കുന്ന എല്ലാത്തിനും അന്നം എന്ന് പറയാം. ഈ ലോകത്ത് രണ്ട് കാര്യങ്ങളേ ഉള്ളെന്നാണ് ബൃഹദാരണ്യക ഉപനിഷത്ത്. അന്നവും അന്നാദവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് എടുക്കുന്നത്, അതുപോലെ തന്നെ ഉള്ളിലേക്ക് എടുക്കുന്നവനും, അങ്ങനെ രണ്ട് കൂട്ടരേ ഉള്ളെന്നാണ് പറയുന്നത്. അതൊരു ഈ അതായത് ഇവിടുത്തെ സൃഷ്ടിയെക്കുറിച്ച്, അതായത് ഭൂതങ്ങളുടെ അവതാരണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഇത് ആ സന്ദർഭത്തിലാണ് ഇത് പറയുന്നത്. അന്നാത് പ്രാണൻ. അപ്പൊ ജീവനുള്ള വസ്തുക്കൾ ഉണ്ടാവുകയാണ് അന്നത്തിൽ നിന്ന്. പ്രാണനയുടെ മനസ്സ്, അതുപോലെ സത്യം ലോകാഹ, ഈ ലോകം സത്യമാണെന്നുള്ളത് നമുക്കറിയാം, അസത്യമല്ല. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചാന്തോക്യോപനിഷത്ത് പഠിച്ചവും പ്രത്യേകം സത്യത്തിന്റെ അർത്ഥം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. സത്യത്തിനകത്ത് സത്തായിട്ടുള്ള ഒന്നുണ്ട്, അതുപോലെ തന്നെ അനിർദ്ധമായിട്ടുള്ളവരുണ്ട്. അതായത് ഭൗതികമായിട്ടുള്ള ഒന്നുണ്ട്, അഭൗതികമായിട്ടുള്ള നിത്യമായിട്ടുള്ള അമൃതമായിട്ടുള്ള ഒന്നുണ്ട്. അതാണ് സത്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതാണ് ഈ ലോകം. സത്തെന്ന് പറയാൻ പറ്റത്തില്ല, എന്നും നിലനിൽക്കുന്നതാണ് സത്ത്. ഒരിക്കലും ഒരു നാശമില്ല, ഇല്ല എന്നൊരവസ്ഥയില്ല. അതാണ് സത്തെന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ അസത്തായിട്ടുള്ള ഈ ഭൗതിക ശക്തിയും കൂടെ ചേരുമ്പോഴാണ് സത്യം ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടുള്ളത്. അത് ആ ഡെഫിനേഷൻ അത് കറക്റ്റായിട്ടുള്ള ഒരെണ്ണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അതിന് ഒരു യുക്തിസഹമാണ്. ഇനി അങ്ങനെ ലോകങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ, ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജീവികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കർമ്മം അനിവാര്യമാണ്. അങ്ങനെ കർമ്മങ്ങൾ ഉണ്ടാവുന്നു. ഇനി തപസ് കൊണ്ടെന്ന് പറഞ്ഞാൽ ആരുടെ തപസ്സാണ്? അതതിനകത്തുള്ളത്. ആ തപസ്സെന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, ഇൻറ്റൻസ് വില്ലിങ് എന്ന് നമുക്ക് പറയാം. എന്നുവെച്ചാൽ ശക്തമായിട്ടുള്ള ഒരു ഇച്ഛാപ്രകടനം. അതാണ് തപസ്സെന്ന് പറയുന്നത്. നമ്മൾ ഏത് കാര്യവും ഒരു നേടുന്നതിന് വേണ്ടി തപസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നമ്മൾ അത് വേണം എന്നുള്ള നിരന്തരമായിട്ടുള്ള നമ്മുടെ പ്രകടനം, നമ്മുടെ ആഗ്രഹപ്രകടനം, ഇതാണ് അതിനകത്ത് നടക്കുന്നത്. അതിനു വേണ്ടിയുള്ള പരിശ്രമം, ഇതെല്ലാം കൂടെ ചേർന്നതാണ്, അതാണ് തപസ് എന്ന് പറയുന്നത്. ആ തപസ് ചെയ്യുന്ന ആരാണ്? സർവജ്ഞ സർവവിദ് യസ്യ ജ്ഞാനമയം തപഃ. വെറുതെ തപസ്സെന്ന് പറഞ്ഞാൽ കൈകാല് കൊണ്ട് അങ്ങനെയുള്ള, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചമ്രം പഠിച്ച് അങ്ങനെയല്ല. ഈ ആളെങ്ങനെയുള്ളതാണ്? തപസ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് സർവജ്ഞനായിട്ടുള്ള ആൾ, എല്ലാ അറിവുകളും ഉള്ളിൽ ഒതുങ്ങിയ ആളാണ് സർവജ്ഞൻ. സർവവിദ്, എല്ലാത്തിനെയും മനസ്സിലാക്കുന്നത്. അപ്പം തൻ്റെ സൃഷ്ടിയെക്കുറിച്ചും അദ്ദേഹം മനസ്സിലാക്കുന്നു, ആത്മശക്തി മനസ്സിലാക്കുന്നു. ആത്മശക്തിയെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ആത്മശക്തിയുടെ ജ്ഞാനമയമായ തപസ്, അതാണ്. വെറുതെ കായികമായിട്ടുള്ള അങ്ങനെയുള്ളതൊന്നുമല്ല, ജ്ഞാനമയമായ തപസ്. അതായത് അദ്ദേഹം അറിവ്, എൻ്റെ ജ്ഞാനം കൊണ്ട് ഇത് ഇങ്ങനെ വികസിക്കട്ടെ അതെന്ന് പറയുകയാണ്, എന്ന് ഇച്ഛ പ്രകടിപ്പിക്കുകയാണ്. അതാണ് തപസ്. സർവജ്ഞ സർവവിദ് യസ്യ ജ്ഞാനമയം തപഃ തസ്മാദേതത് ബ്രഹ്മ. അതിൽ നിന്നാണ് ഈ ബ്രഹ്മം ഉണ്ടായത്. നാമരൂപം അന്നം ച ജായതേ. നാമരൂപങ്ങളും അന്നവും ഉണ്ടാകുന്നത് ആ തപസ്സിൽ നിന്നാണ്, ആ ശക്തിയിൽ നിന്നാണ്. അതാണ്. അപ്പം ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കല്ല, ഇത് 1-1-9. ഇപ്പം പൂർണ്ണമായി നമ്മളുടെ ഈ പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് ഇപ്പോൾ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി അടുത്ത ഇതോടുകൂടി 1-ാം മുണ്ടകം അവസാനം. 1-ാം മുണ്ടകത്തിലെ 1-ാം ഖണ്ഡം അവസാനിച്ച് ഇനി 2-ാം ഖണ്ഡമാണ്. 2-ാം ഖണ്ഡത്തിൽ പറയുന്നത് ഈ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങളെക്കുറിച്ചാണ്. പല യജ്ഞങ്ങളെക്കുറിച്ച് വേദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഹിതകളിലും അതുപോലെ തന്നെ ബ്രാഹ്മണങ്ങളിലും ആരണ്യങ്ങളിലുമൊക്കെ ഒരുപാട് യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്തു. അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഭൗതികമായിട്ടുള്ള ഭോഗ ഐശ്വര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. അതൊന്നും നിങ്ങളെ അക്ഷരമായത് അറിയാൻ പ്രാപ്തരാക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒരു പ്രധാനമായിട്ടുള്ള ഈ ഇതിനെക്കുറിച്ച്, അതായത് യജ്ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ വിവരണം നിങ്ങൾ നടത്തിയിട്ട്
പിന്നെ 1:2:7 പറയുകയാണ് പ്ലവാഹിയേതേ അതിർഡ യജ്ഞരൂപ. യജ്ഞരൂപത്തിലുള്ള യജ്ഞങ്ങളാകുന്ന ഈ പ്ലവങ്ങൾ എന്ന് പറഞ്ഞ യാനങ്ങൾ, പ്ലവാഹിയേതേ അതിർഡമാണ് അതൊക്കെ. യജ്ഞരൂപ അഷ്ടാദശോക്തം അവരം യേക്ഷു കർമ്മ. അഷ്ടാദശോക്തം എന്ന് പറഞ്ഞാൽ 18 എണ്ണത്തിൽ പറഞ്ഞിട്ടുള്ളതെന്നാണ്. 18 എണ്ണത്തിനെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനം, 18 പുരാണങ്ങളാക്കാം. പുരാണങ്ങളിലുണ്ട് യജ്ഞങ്ങളുടെ കഥകൾ, യജ്ഞങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അതിനകത്തും പറയുന്നുണ്ട്. ഇനി അത് തന്നെ ഇത് ഈ വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലേക്കുള്ള പരാമർശമാകാം. എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർണങ്ങളാണ് യജ്ഞങ്ങൾ. എന്തിന്? ഏതത് ശ്രേയോ യേ അഭിനന്ദന്തി മൂഢാക ജരാമൃത്യം തേ പുനരേവാഭിയന്തി പ്ലവാഹിയതേ അതിർഡ യജ്ഞരൂപാക. ഈ യജ്ഞരൂപത്തിലുള്ള യാനങ്ങൾ നമ്മളെ ഈ ഭൗതിക ഭോഗസുഖങ്ങളെ കടത്തിവിടാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് ആ യാനങ്ങൾ ഉപയോഗിച്ച് ഈ സംസാര ജീവിതത്തെ മറികടക്കാൻ സാധിക്കില്ല എന്നാണ്. അതാണ് ശ്രേയസ് എന്ന് പറയുന്നത് ഈ യജ്ഞങ്ങൾ നടത്തുകയാണെന്ന് ഏതെങ്കിലും മൂഢന്മാർ ധരിക്കുന്നുണ്ടെങ്കിൽ ജരാമൃത്യം തേ പുനരേവാഭിയന്തി, അവനെ വിനാശം വീണ്ടും വീണ്ടും അവനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു, അവനെ കീഴടക്കിക്കൊണ്ടിരിക്കും. ജരയും മൃത്യും അവന് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അവന് ജരയെന്ന് പറഞ്ഞാൽ അവന് ക്ഷീണവും ഉണ്ടാകും, വിനാശവും ഉണ്ടാകും. ആ ക്ഷീണവും വിനാശവും ഒക്കെ എന്താണെന്ന് നമ്മൾ ഗീതയിൽ 2:62, 2:63 ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ്. അപ്പോൾ ഇവരൊക്കെ ഈ ഭോഗ ഐശ്വര്യങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്ന ക്രിയകളാണ് ഈ യജ്ഞങ്ങൾ എന്ന് പറയുന്നത്. അതൊക്കെ ദുർബലമായ യാനങ്ങളാണ്. ഈ സംസാര ജീവിതം, സംസാരം കടക്കാൻ അതിനെ കൊണ്ട് സാധിക്കത്തില്ല. നമ്മളെ അത് കൊണ്ടുപോകാൻ അത് പ്രാപ്തമല്ല. പിന്നെ 1:2:8 പറയുന്നത് പറഞ്ഞാൽ അവിദ്യയാമന്തരേ വർത്തമാന. ഇത് നമ്മൾ കഠോപനിഷത്തിൽ 2:5 കണ്ടതാണ്. അവിദ്യ, അത് ഈ ഉപനിഷത്തിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. ഈശാവാസ്യ ഉപനിഷത്തിനുള്ളത് ബൃഹദാരണ്യ ഉപനിഷത്ത് പലയിടത്തും നമ്മൾ കാണും. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് കഠോപനിഷത്തിൽ 2:5 മന്ത്രമാണ് ഇവിടെ 1:2:8 പറയുന്നത്. അവിദ്യയാമന്തരേ വർത്തമാനാഹ സ്വയം ധീരാഹ പണ്ഡിതം മന്യമാനാഹ ജംഘന്യമാനാ പര്യന്തി മൂഢാ അന്ധേനേവ നീയമാന യഥാന്താഹ. അന്ധനാൽ നയിക്കപ്പെടുന്ന അന്ധന്മാരെ പോലെ ഈ മൂഢന്മാർ നടക്കുന്നു. നേരത്തെ പറഞ്ഞ മൂഢന്മാർ, അവരുടെ വിചാരം അവർ ഏതാണ്ട് വലിയ പണ്ഡിതന്മാരാണെന്നും വിവേകികളാണെന്നും ഒക്കെയാണ്. പക്ഷെ അവർ വ്യാപരിക്കുന്ന മുഴുവൻ അവിദ്യയിലാണ്, മൂഢതത്വത്തിലാണ്, അജ്ഞാനത്തിലാണ്. അതാണ് ഇത് ഇവിടെ പറയുന്നത്. അത് തന്നെയാണ് 2:5 ഒരു വാക്കിൻ്റെ വ്യത്യാസം. ജന്ത്രമ്യമാണ പര്യന്തി മൂഢ എന്നുള്ളതിന് പകരം ഇവിടെ ജംഗന്യമാന എന്ന് വെച്ചാൽ ഏറ്റവും താണ കർമ്മങ്ങളിൽ വ്യാപിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്നർത്ഥം. ഇനി 1:2:10 എന്ന് പറയുന്നത് ഇഷ്ടാപൂർത്തം മന്യമാന. അതുപോലെ ഒരെണ്ണമാണ്. ഇപ്പം ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലൊരുപാട് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവന് പുണ്യം കിട്ടുമെന്നൊക്കെ. അതൊന്നും ശരിയല്ല എന്നാണ് ഇവിടെ ഇഷ്ടാപൂർത്തം മന്യമാന വരിഷ്ഠം. ഇഷ്ടാപൂർത്തം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പം അങ്ങനെ അത് മന്യമാന, അതിനെ വരിഷ്ഠമായിട്ട് ശ്രേയസ്സായിട്ട് അതിനെ കാണുന്ന ആൾക്കാർ, മറ്റൊന്നും ശ്രേയസ്കരമായിട്ട് ഇല്ല എന്നും വിചാരിക്കുന്ന മൂഢന്മാർ. നാഗസ്യ പുരുഷ, അവർ കുറച്ച് ഇതൊക്കെ കിട്ടിയേക്കും, നല്ല അനുഭവങ്ങളൊക്കെ വന്നേക്കും. പക്ഷെ അവർ ചെന്ന് പതിക്കുന്ന അതിനേക്കാൾ ഹീനമായിട്ടുള്ള ലോകത്തായിരിക്കും. ഇതാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ചെയ്യേണ്ടത് ആത്മീയ ചിന്തയിൽ പ്രകാരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നിങ്ങൾ ആത്മസാക്ഷാത്കാരത്തിനായിട്ട് ശ്രമിക്കുക. ഈ ഭൗതിക ഭോഗസുഖങ്ങളോടുള്ള അഭിനിവേശം ഇല്ലാതാക്കുക. ഈ ശരീരത്തോടുള്ള നിങ്ങളുടെ വിധേയത്വം ഇല്ലാതാക്കുക. ഇതാണ്. ശരീരത്തിന് വേണ്ടിയല്ല, നിങ്ങളുടെ വ്യക്തിത്വത്തിന് വേണ്ടി, നിങ്ങളുടെ ശ്രേയസ്സിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി,
ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾ പണി ചെയ്യണം. അതാണ് ഇവിടെ ഉപനിഷത്ത് നൽകുന്ന എന്നുവെച്ചാൽ ഇതോടുകൂടി ഒന്നാം മുണ്ടകം അവസാനിച്ചു. ഇനി രണ്ടാം മുണ്ടകത്തിലേക്ക് വരികയാണ്. ഈ രണ്ടാം മുണ്ടകത്തിൽ തുടങ്ങുന്നത് തന്നെ ഈ ക്രിയേഷനെ കുറിച്ചാണ്, സൃഷ്ടിയെക്കുറിച്ചാണ്. സൃഷ്ടി എന്ന് പ്രോപ്പറായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ശരിക്ക് ഭൂതങ്ങളെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭൂതങ്ങളെ അവതരിപ്പിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ അവതാരം എന്നൊക്കെ പറയുന്നത്. സ്വയം അവതരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ ഉണ്ടാവുകയല്ല, അവതരിക്കുകയാണ്. അതുപോലെ ഈ ഭൂതങ്ങളെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ രണ്ടാം മുണ്ടകത്തിലെ ഒന്നാം ഖണ്ഡം മുഴുവൻ ഈ ഭൂതങ്ങളെ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. ആദ്യം നമ്മൾ ഊർണനാഭിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നു. തദേതത് സത്യം യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗാഹ സഹസ്രശ പ്രഭവന്തി സ്വരൂപാഹ. അപ്പൊ ഈ ഒരുപാട് നല്ല ഈ വിറകിട്ട് നല്ല ഭംഗിയായിട്ട് കത്തിക്കുമ്പോൾ നല്ലോണം ആളിക്കത്തുന്ന തീയിൽ നിന്ന് സ്ഫുലിംഗങ്ങളുണ്ടായി. അവിടുത്തെ രൂപങ്ങളോടുകൂടിയ സ്ഫുലിംഗങ്ങൾ നമുക്ക് കാണാം. അത് അവിടെ തന്നെ പതിച്ച് ഇല്ലാതാകുന്നത് പോലെ അക്ഷരാത് വിവിധാഹ, അക്ഷരമായതിൽ നിന്ന് പല ഭാവങ്ങളുണ്ടാവുന്നു, അത് പല രൂപങ്ങളുണ്ടാവുന്നു. എന്നിട്ട് അവിടെ തന്നെ ചെന്ന് പതിക്കുന്നു. ഇതാണ്, അതായത് ഈ അക്ഷരമായതിൽ നിന്ന് ഭൂതങ്ങളുണ്ടായി അവസാനം അക്ഷരമായതിൽ തന്നെ ചെന്ന് പതിക്കുന്നു. ഇതാണ് രണ്ടാം മുണ്ടകത്തിലെ ഒന്നാം ഖണ്ഡത്തിലെ ഒന്നാം മന്ത്രം പറയുന്നത്. ഈ ലോകത്തുള്ള എല്ലാ ഭൂതങ്ങളും, അതുപോലെ എല്ലാ ദേവന്മാരും, അതുപോലെ എല്ലാ ഭൗതിക ലോകഗോളങ്ങളെല്ലാം ഉണ്ടായത് ഈ അക്ഷരമായ വസ്തുവിൽ നിന്നാണെന്ന് ആണ് ഇവിടെ പറയുന്നത്. നീണ്ട ഒരു 2:1-10 വരെയുള്ള ഈ ഒന്നാം ഖണ്ഡത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. നമുക്ക് അത് ഒരുപാട് ആവർത്തി നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒരേ ആശയമാണ്, പല രൂപത്തിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി രണ്ടാം മുണ്ടകത്തിലെ രണ്ടാം ഖണ്ഡത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിലെ എങ്ങനെയാണ് ഇതിലേക്ക് പ്രാപിക്കുന്നത്? അതായത് ഈ നമ്മൾ ഒരെണ്ണത്തെ കഠോപനിഷത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് നമ്മളുടെ ഉള്ളിലെ എല്ലാ കാമങ്ങളെയും ഉപേക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ മർത്യത കളഞ്ഞ് അമരന്മാരായി തീരും. അതേ ആശയം തന്നെ ഇവിടെ പറയുന്നു. വിദ്യതേ ഹൃദയ ഗ്രന്ഥി ഛിദ്ദന്തേ സർവസംശയ ക്ഷീയന്തേ ച അസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. അതായത് നിന്റെ ഈ ഹൃദയത്തിലെ ഗ്രന്ഥികളെല്ലാം നീ തട്ടിക്കളയുമ്പോൾ, ഗ്രന്ഥികൾ എന്ന് പറഞ്ഞ കെട്ടുകളെല്ലാം നീ പൊട്ടിച്ചു കളയുമ്പോൾ, നിന്റെ സംശയങ്ങളെല്ലാം തീരുമ്പോൾ നീ പരമായിട്ടുള്ളതിൽ നീ ചെന്ന് ചേരുന്നു. അതാണ്. അത് വേറെ ഒരു ഘട്ടത്തിൽ തന്നെയുള്ള ഒരു മന്ത്രം വേറെ എവിടെയും വീണ്ടും എടുത്ത് ചേർത്തിട്ടുണ്ട്. ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുപാതി സർവം തസ്യ ഭാസ സർവമിതം വിപാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരമമായതിൽ, ഈ അക്ഷരമായതിൽ എന്താണ് അവിടെ സൂര്യനെ കൊണ്ടല്ല അല്ലെങ്കിൽ ചന്ദ്രതാരങ്ങളെ കൊണ്ടല്ല അത് പ്രകാശിക്കുന്നത്. അത് മാത്രമാണ് പ്രകാശിക്കുന്നത്, ഒറിജിനലായിട്ട് പ്രകാശിക്കുന്നത് അത് മാത്രമാണ്. അതുമൂലമാണ് ബാക്കിയുള്ളതെല്ലാം പ്രകാശിക്കുന്നത്. ഇത് നമ്മൾ കഠോപനിഷത്തില് 5:15 കണ്ടതാണ്. ഇവിടെ 2:10 കൊടുത്തിരിക്കുന്നത്. ഇതോടുകൂടി ഏകദേശം ഇത് 2:11 പറയുന്നു. ഇനി അടുത്ത ഒരു മന്ത്രത്തോടു കൂടി
ഈ രണ്ടാം മുണ്ടകവും അവസാനിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. മുഴുവൻ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമില്ല, കാരണം ഒരേ ആശയങ്ങൾ പല രീതിയിൽ പറയുന്നതാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. പല ഉപനിഷത്തുകളിൽ പല രീതിയിൽ പറയുന്നു, ഒരേപോലുള്ള മന്ത്രങ്ങൾ തന്നെ അത് അവർ ഉദ്ധരിച്ച് വരുന്നതുകൊണ്ട്. ഇതുപോലെ ഇപ്പം ബ്രഹ്മമാണ് ഇവിടെ ഇത് എന്ന് പറഞ്ഞാൽ ഈ ലോകം തന്നെ ബ്രഹ്മമാണ്. ബ്രഹ്മത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? ഒരു സത്തായിട്ടുള്ള ഒന്നിൽ നിന്നുണ്ടായതാണിത്. അത് സത്തും ഭൗതിക അംശവും കൂടെ ചേർന്നാണ് ഈ പ്രപഞ്ചം. അത് തന്നെയാണ് ബ്രഹ്മം. അപ്പം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. കാരണം ബ്രഹ്മം വികസിച്ചാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അപ്പം ബ്രഹ്മവും പ്രപഞ്ചവും രണ്ടാകാൻ പറ്റത്തില്ല. പക്ഷെ ബ്രഹ്മം എന്ന് പറയുന്നത് അതിനുള്ളിലുള്ള ആ ഭൗതിക അംശം, ഏകമായിട്ടുള്ള ആത്മശക്തിയും, അതുപോലെ തന്നെ ഒരു ഭൗതിക അംശം വേർപിരിയാത്ത, അല്ലെങ്കിൽ വ്യതിരിക്തമാകാത്ത, വിവിധ ഭൂതങ്ങളായി വ്യത്യാസപ്പെടാത്തപ്പോഴും ബ്രഹ്മം തന്നെ. ആ ബ്രഹ്മമാണ് പലതായിട്ട് ഇങ്ങനെ പ്രകടിതമായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മുടെ മുന്നിലും പിന്നിലും സർവ്വത്തിലും എല്ലായിടവും വ്യാപിച്ചു നിൽക്കുന്നതാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഭൗതിക വസ്തുവിനോട് കൂടി നിൽക്കുമ്പോഴാണ് ബ്രഹ്മമാകുന്നത്. ഈ ഭൗതിക പ്രപഞ്ചം മുഴുവൻ പിൻവലിച്ചാൽ അത് ശുദ്ധമായ ആത്മാവായി തീരും. ഇത് എല്ലാം ഒന്ന് തന്നെയെന്ന് അർത്ഥം. ഈ ബ്രഹ്മവും അതുപോലെ തന്നെ ആത്മാവും ഒന്നാകുന്ന ഈ രീതിയിലാണ്. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട്, ഉടുപ്പിട്ട ആത്മാവാണ് ബ്രഹ്മം. അത് തന്നെയാണ്. ആ ഉടുപ്പിട്ട ആത്മാവിനെയാണ് എല്ലായിടത്തും കാണുന്നത്. നമ്മൾ ഓരോ വസ്തുവിലും നമ്മൾ ആത്മശക്തിയെ കാണാൻ കഴിഞ്ഞാൽ ആ ആത്മാവ് നമ്മളിലുള്ള ആത്മാവ് തന്നെയാണ് പുറത്തുള്ളതെന്നും, നമ്മളിലാണ് അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളിൽ അടങ്ങിയിട്ടുണ്ടെന്നും നമ്മൾ എപ്പോൾ മനസ്സിലാക്കുന്നു, അപ്പോൾ നമ്മൾ പ്രപഞ്ചവുമായിട്ട് സാമ്യം പ്രാപിക്കുന്നു, നമ്മൾ സത്യം അറിയുന്നു എന്നർത്ഥം. അതാണ് ഉപനിഷത്തുകൾ നൽകുന്നത്. എന്നിലും നിന്നിലും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ശക്തി തന്നെയാണ്. അതാണ് ഈ ഭാരതീയർ ഈ ഐക്യത്തെക്കുറിച്ച് പറയുന്നത്. അതാണ് നമ്മൾ ഈ ലോകം വസുധൈവ കുടുംബകം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. വസുധൈവ കുടുംബകം, അത് വസുധൈവ കുടുംബകം ഒരു ഉപനിഷത്തിൻ്റെ ഭാഗമാണ്, മഹാ ഉപനിഷത്തിൻ്റെ ഭാഗമാണ്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പബുദ്ധികൾ അത് എൻ്റെത് മറ്റേത് നിൻ്റെത് എന്ന രീതിയിൽ അയം ബന്ധുരയം നയതി ഗണന സ്വൽപ്പചേതസാം ചരിതാനാം തു വസുധൈവ കുടുംബകം. അതാണ്. അതായത് ഇതെൻ്റെ ബന്ധു, മറ്റേത് എൻ്റെ അങ്ങനെയല്ല ശത്രു. ഇതെൻ്റെ ബന്ധുവാണ്, മറ്റേത് ശത്രുവാണ് എന്ന് അല്പചേതസ്സുള്ളവർ, അല്പബുദ്ധികളായിട്ടുള്ളവർ ആ രീതിയിൽ ചിന്തിക്കൂ. എന്നാൽ വിശാല മനസ്കരായിട്ടുള്ളവർ ലോകമെല്ലാം എൻ്റെ ബന്ധുക്കളാണെന്നല്ല. വസുധൈവ കുടുംബകം, വസുദൈവ കുടുംബം. ഇത് ഞങ്ങളെല്ലാവരും ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ്. ഞങ്ങൾ ഒരേ സ്രോതസ്സിൽ നിന്ന് ഉത്ഭവിച്ചു വന്നവരാണ് എന്ന ബോധം വിവേകികളായിട്ടുള്ള, അതായത് സത്യം അറിയുന്നവരായിട്ടുള്ള, ഉദാരമതികളായിട്ടുള്ള, ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്നവർക്ക് ആ രീതിയിൽ അവർ കാണും. അതാണ് വസുധൈവ കുടുംബം. അത് നമ്മുടെ ഭാരതീയരുടെ വലിയൊരു തിരിച്ചറിവിൻ്റെ പ്രഖ്യാപനമാണത്. വലിയൊരു തിരിച്ചറിവിൻ്റെ പ്രഖ്യാപനമാണ്. അത് അന്നും വേണ്ട, അങ്ങനൊന്നും നമ്മളുടെ ഹിന്ദുക്കൾക്ക് അങ്ങനെയുള്ള മുദ്രാവാക്യമൊന്നും വേണ്ട എന്ന് ചില ആൾക്കാർ, തീവ്രം ഹിന്ദുത്വം വാദികളായിട്ടുള്ള ചില ആൾക്കാർ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ അത് വിവരക്കേടാണ്. അത് ഈ തത്വബോധം ഇല്ലാത്തത് കൊണ്ട് പറയുന്നതാണ്. വെറും ഭൗതികമായിട്ടുള്ള പരിഗണന വെച്ച് പറയുന്നതാണ്. അവർ സ്വല്പബുദ്ധികൾ, സ്വല്പചേതസ്സുകളാണ് എന്നുള്ളത് ഈ ഉപനിഷത്ത് വാക്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി അടുത്തത് മൂന്നാം മുണ്ടകമാണ്. മൂന്നാം മുണ്ടകത്തിലെ ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിൽ ആദ്യം തന്നെ തുടങ്ങുന്നത് ഈ ഒരു വൃക്ഷത്തിൽ രണ്ട് പക്ഷികൾ ഇരിക്കുന്നതായിട്ടും, ഇതേ ഉപമ തന്നെ അശ്വതര ഉപനിഷത്തിൽ 4:6 4:7 രണ്ട് മന്ത്രങ്ങളായിട്ട് പറയുന്നുണ്ട്. അതേ രണ്ട് മന്ത്രങ്ങൾ തന്നെയാണ് ഇവിടെ എടുത്ത് ചേർത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തിരിച്ചും ഇതെല്ലാം ഒരേ കാര്യം തന്നെ പല ഉപനിഷത്തുകളിൽ കാണാൻ പറ്റും. അതിൽ ഒന്നാണ് ഇത്. അന്നേരം ശ്വേതാശ്വതര ഉപനിഷത്ത് പഠിച്ചപ്പോൾ നമ്മൾ ഇത് ഇത്ര വിശദമായിട്ടൊന്നും നമ്മൾ
പരിഗണിച്ചിരുന്നില്ല. ഇത് മന്ത്രങ്ങൾ ഇങ്ങനെ ദ്വാ സുവർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യ പിപ്പലം സ്വാദു അത്തി ദത്തി അനന്ന സാധു അത്തി അനസ്നന്യോ അഭിചാകശീതി അനസ്നന്യോ അഭിചാകശീതി. ഇതാണ് ഒരു മന്ത്രം. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അടുത്ത സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ അനീശയാ ശോചതി മുഖ്യമാനഃ ജുഷ്ടം യഥാ പശ്യതി അന്യമീശം അസ്യ മഹിമാനം ഇതി വീതശോകഃ. അപ്പം അതായത് ഒരു വൃക്ഷത്തിൽ 2 പക്ഷികൾ. ഒരുത്തൻ അവിടെ ഇരുന്ന് ഉള്ള ആ പഴങ്ങളെല്ലാം ഭക്ഷിക്കുന്നു. മറ്റേയാളാണെങ്കിൽ ഒന്നും ഭക്ഷിക്കാതെ അണങ്ങാതെ അവിടെ ഇരിക്കുന്നു. പക്ഷെ സഖികളായിട്ടുള്ള 2 പക്ഷികളാണ്, ആലിംഗനബദ്ധരായിട്ടിരിക്കുന്ന 2 പക്ഷികളാണ് എന്ന് പറയണം. ഇത് അതുപോലെ തന്നെ ഒരേ വൃക്ഷത്തിൽ 2 പുരുഷന്മാരിരിക്കുന്നു. ഒരു പുരുഷനിരിക്കുന്നു, അയാൾ ദൗർബല്യം കൊണ്ട് അയാൾ ദുഃഖത്തിൽ പൂണ്ടിരിക്കുകയാണ്. ദുഃഖം അയാളുടെ ഒരു കൂടപ്പിറപ്പാണ്. ഇനി അയാൾ അന്യൻ, അതായത് അടുത്ത വേറെ ഒരാൾ ഇരിപ്പുണ്ടല്ലോ സഖാവായിട്ട്, അയാൾ ഈശ്വരനാണ്. അയാളെ അറിയുമ്പോൾ, അയാളുമായിട്ട് ചേരുമ്പോൾ ഇയാളുടെ ഈ കാണുന്നതെല്ലാം അയാളുടെ മഹിമാവാണ്, അയാളുടെ മഹത്വമാണെന്ന് അറിയുമ്പോൾ ഇയാളുടെ ദുഃഖമെല്ലാം പോകും. ചുരുക്കം പറഞ്ഞ് ഇതാണ് ഇതിനകത്ത് വരികളുടെ അർത്ഥം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആത്മശക്തി നമ്മൾ 2 ഭാവങ്ങളിൽ പ്രകടമാകുന്നുണ്ട്. ഓരോ വ്യക്തിയിലും 2 ഭാവങ്ങളായിട്ട് പ്രകടമാകുന്നു. ഒന്ന്, നമ്മൾ തന്നെ നമ്മൾ ആത്മശക്തി ഉണ്ട്, അത് ഒറിജിനലായിട്ട് ആത്മശക്തിയും പിന്നെ ഭൗതിക അംശവും ചേർന്നതാണ് നമ്മളെന്നുള്ള അറിയാം. ആ ആത്മശക്തി അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരംശം നമ്മളുടെ ശരീരത്തിലൂടെ വിവിധ കാര്യങ്ങൾ ചെയ്യുന്നു, വിവിധ കാര്യങ്ങൾ ആസ്വദിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അതിൽ തന്നെ മുഴുകിയിരിക്കുന്നുണ്ട്. അപ്പം അതിൽ തന്നെ മുഴുകുമ്പോഴാണ് നമുക്ക് എല്ലാ ദൗർബല്യങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ ഈ ലോക ദുഃഖങ്ങളിൽ ആണ്ടുപോകുന്നത് അങ്ങനെയാണ്. അതേസമയം അതിൽ മുഴുകാതെ അതിൽ നിന്ന് വിടുവിച്ച് ഈ സ്വതന്ത്രമായിട്ടിരിക്കുന്ന, അല്ലെ സ്വതന്ത്രമായിട്ട് നമ്മളിൽ വർത്തിക്കുന്ന ആ ശക്തിയുമായിട്ട്, അത് തന്നെയാണ് അതിൻ്റെ ഒരു ഭാവമാണ് നമ്മളിൽ കൂടെ ഈ കർമ്മങ്ങൾ ചെയ്യുന്നതും. അതുപോലെ തന്നെ ആ ശക്തി ഉപയോഗിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതും, അതുപോലെ തന്നെ അതിൻ്റെ ഫലങ്ങൾ ആസ്വദിക്കുന്നതും ഒക്കെ. ഇത് ഭൗതിക ഭാവത്തോടുള്ള നമ്മുടെ ആ അഭിനിവേശം, ആ വിധേയത്വം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പം നമ്മൾ മറ്റേതുമായിട്ട് അങ്ങ് യോജിക്കും. ശുദ്ധമായ ഭാവവുമായിട്ട് യോജിക്കും. അപ്പം നമ്മൾ എല്ലാ ദുഃഖങ്ങളും പോകും, നമ്മൾ അമരത്വത്തെ പ്രാപിക്കും. അതാണ് ഈ 2 ശ്ലോകങ്ങളുടെയും അർത്ഥം. അത് അടുത്ത മന്ത്രത്തിൽ പറയുന്നുണ്ട്. 3:1:3 മന്ത്രത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഈശ്വരനെ, അതായത് ആത്മാവിനെ അറിയുമ്പോൾ, സാക്ഷാത്കാരം നേടുമ്പോൾ അപ്പോൾ നമുക്ക് എല്ലാ ദുഃഖങ്ങളും മാറും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അന്നും മാത്രമല്ല, ആത്മാവുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കും. ഇവിടെ വേറൊരു ഡിക്ലറേഷൻ, ഒരു പ്രഖ്യാപനം കൂടെ ഈ 3:1:3 പറയുന്നുണ്ട്. അത് ആത്മാവെന്ന് പറയുന്നത്, പുരുഷൻ എന്ന് പറയുന്നത് ബ്രഹ്മയോനിയാണ്, ബ്രഹ്മം അതിൽ നിന്നുണ്ടായതാണ് എന്നർത്ഥം. ഇതൊക്കെ വളരെ ഒരു സംശയലേശമെന്നെ ഖണ്ഡിതമായിട്ട് ഉപനിഷത്തുകൾ പറയുന്നു. ബ്രഹ്മയോനി എന്ന് പറയുന്നതാണ് ഈ പുരുഷൻ, അതായത് ഈ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ആത്മാവും ബ്രഹ്മവും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നർത്ഥം. ഇനി നമ്മളുടെ ഭാരതത്തിൻ്റെ ഒരു വലിയ മുദ്രാവാക്യം, നമ്മുടെ ആദർശവാക്യമാണല്ലോ സത്യമേവ ജയതേ. ആ സത്യമേവ ജയതേ എന്നുള്ള നമ്മുടെ ആദർശവാക്യം ഈ മുണ്ടകത്തിലെ ഒരു മന്ത്രത്തിൻ്റെ ചെറിയൊരു ഭാഗ്യമാണ്.
3:1 6 ആ മന്ത്രം. സത്യമേവ ജയതേ നാനൃതം. അതിൻ്റെ പകുതി ഭാഗമായി, ആദ്യ വരിയുടെ പകുതി ഭാഗമായി എന്ന് പറയാം. സത്യമേവ ജയതേ ന അനൃതം. സത്യം മാത്രമേ വിജയിക്കൂ. സത്യമാവ ജയതേ ന അനൃതം. അനൃതം അതാ അസത്യം, ഇല്ലാത്തത് വിജയിക്കും. സത്യം എന്ന് പറഞ്ഞാൽ സത്യം നമുക്കറിയാം, അതിപ്പം വാക്കുകളിൽ കൂടി പ്രകടിപ്പിക്കുമ്പോൾ അത് സത്യമായി. അപ്പം സത്തും അതിൻ്റെ കൂടെ ഭൗതികമായിട്ടുള്ള ഒരു കാര്യം കൂടെ ചേരുമ്പോഴാണ് സത്യമായി തരുന്നത്. ഇവിടെ സത്യം എന്ന് നമ്മൾ സാധാരണ പറയുമ്പോഴും അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്, ഉള്ള കാര്യമാണ് ഈ പറയുന്നതെന്ന്. അതാണ് സത്യം എന്ന് നമ്മൾ പറയുന്നത്. അത് ന അനർത്ഥം, ഇല്ലാത്ത കാര്യം, ഉള്ളതല്ലാത്ത കാര്യം. സത്യേന ബന്ധ വിദതോ ദേവയാനക. അതായത് നമ്മളുടെ ഒരു ദിവ്യത്വത്തിലേക്കുള്ള പാത എന്ന് പറയുന്നത് ഈ സത്യത്തിൽ കൂടിയാണ് പോകുന്നതെന്ന് അർത്ഥം. സത്യം വഴിയാണ്, സത്യമായിട്ടുള്ളതാണ് ആ പന്ഥാവ്. ആ പന്ഥാവിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മഹത്വത്തെ പ്രാപിക്കുകയുള്ളൂ. ഏന ആക്രമന്തി ഋഷിയോ ഹ്യാപ്തകാമ. ഈ കാമങ്ങളെല്ലാം നശിപ്പിച്ചിട്ടുള്ള ഋഷിമാർ അതിൽ കൂടിയാണ് ഈ ദിവ്യത്വത്തിലേക്ക് പോകുന്നത്. ആ സത്യത്തിൻ്റെ അവരെങ്ങോട്ടാണ് പോകുന്നത്? സത്യത്തിൻ്റെ പരമമായ നിധാനം, അധിഷ്ഠാനം, പരമമായ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്ന ആ സ്ഥാനത്തിലേക്കാണ് അവർ പോകുന്നത്. അതെന്താണ്? അത് നമുക്കറിയാം. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിലനിർത്തുന്ന കാര്യം എന്താണ്? സത്താണ്. അതായത് ആത്മശക്തിയാണ്. ആത്മാവിലേക്കാണ് അവർ പോകുന്നത്. സത്യത്തിൽ കൂടി, സത്യത്തിൻ്റെ പന്താവിൽ കൂടി സഞ്ചരിച്ച് അവർ ചെല്ലുന്നത് ആത്മശക്തിയിലേക്കാണ്. ഇതാണ് ഈ മന്ത്രം പറയുന്നത്. 3:1 സത്യമേവ ജയതി. കാരണം ആ സത്യമേവ ജയതെന്ന് പറഞ്ഞാൽ സത്യമായതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത് തന്നെ. അപ്പോൾ സത്യമായിട്ടുള്ള അങ്ങനെ അല്ലാത്ത ഒന്നും നിലനിൽക്കത്തില്ല. അതിന് ഇന്നല്ലെങ്കിൽ നാളെ അതിന് നാശം സംഭവിക്കും. എല്ലാ കള്ളങ്ങൾക്കും അതായത് ഉള്ളതല്ലാത്ത എല്ലാത്തിനും ഇത് തന്നെയാണ്. ഉണ്മയില്ലാത്ത എല്ലാത്തിനും ഇത് തന്നെയാണ് അവസ്ഥ. ഇനി വേറെ നമ്മൾ പല ഇതിനകത്തും കണ്ടിട്ടുള്ളതാണ് ഈ സത്യത്തിൻ്റെ പന്താവിൽ കൂടി പോകുന്നു എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ വേണമെങ്കിൽ വിശദീകരിക്കാം. കാരണം നമ്മൾ ഈ കേനോപനിഷത്തിൽ കണ്ട് മറ്റേ ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിദ്യയാ മൃത്യും തീർത്തുക വിദ്യയാ അമൃതം അശ്നുതേ ഈശോപനിഷത്തിൽ 11 പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുന്നതാണ് അവിദ്യയാ മൃത്യും തീർത്തുക എന്ന് പറയുന്നതാണ്. അവിദ്യയും കൂടെ ചേർന്നതാണ് വാസ്തവത്തിൽ സത്യം എന്ന് പറയുന്നത്. ആ സത്യത്തിന്റെ പന്താവിൽ കൂടിയാണ് നമ്മൾ പോകുന്നതെന്ന് അർത്ഥം. അതുപോലെ എന്തായാലും സത്യത്തിന്റെ പന്താവിൽ കൂടി, പാതയിൽ കൂടി സഞ്ചരിച്ചാണ് ദിവ്യത്വം, അതിൻ്റെ പരമമായ സ്ഥാനത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ചൈതന്യത്തെ പ്രാപിക്കുന്നത് അങ്ങനെയാണെന്ന് അർത്ഥം. സത്യത്തിന്റെ പന്താവിൽ കൂടെ സഞ്ചരിച്ചാണ് പറയുന്നത്. ഇനി പറയുന്നു ചക്ഷുഷ, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും ഈ ആത്മാവിനെ പ്രാപിക്കാൻ പറ്റത്തില്ല, ആത്മാവിനെ കാണാൻ പറ്റത്തില്ല എന്നർത്ഥം. അണുവാണ് ആത്മ. അങ്ങനെ ഒരുപാട് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ള പല പല കാര്യങ്ങളും ഈ 3:1 പറയുന്നുണ്ട്. അത് ആവർത്തനമായതുകൊണ്ട് ഞാനത് വിടുന്നു. ഇനി 3:2 തുടങ്ങുന്നത് 3:2:1 തന്നെ പറയുന്നുണ്ട്, ഇത് ബ്രഹ്മധാമമാണ് ആത്മാവെന്ന്. ബ്രഹ്മധാമം ബ്രഹ്മത്തിൻ്റെ ഇരിപ്പിടമാണ്. ഇതേ കാര്യം തന്നെ നമ്മുടെ 14:27 ഗീതയിൽ 14:27 അത് തന്നെ പറയുന്നുണ്ട്, ബ്രഹ്മത്തിൻ്റെ ഇരിപ്പിടമാണ് ആത്മാവെന്ന്. ഞാൻ ഇതൊക്കെ എടുത്തെടുത്ത് പറയുന്നത് പറഞ്ഞാൽ ബ്രഹ്മം ആത്മാവ് തന്നെ അല്ലേ എന്ന് ഉപനിഷത്തിലെ പല വാക്യങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ആളുകൾ ചോദിക്കും. പക്ഷെ ആണെന്ന് അങ്ങനെ പറയുന്നത് പര്യായമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഉടുപ്പിട്ട ആത്മാവ് എന്ന് ചുരുക്കത്തിൽ പറഞ്ഞ
പിന്നെ അതുപോലെ തന്നെ ഇപ്പം അയമാത്മാ പ്രവചനേന ലഭ്യോ, ഇത് നമ്മൾ 2:23 ഘട്ടത്തിൽ കണ്ടതാണ്. അത് ഒരുപാട് പഠിച്ചത് കൊണ്ടോ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതുകൊണ്ടോ ഒന്നും ആത്മാവിനെ പ്രാപിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പല ആവർത്തി കണ്ടതുകൊണ്ട് ഞാൻ അതൊക്കെ വിടുകയാണ്. ഇനി വേറെ ഒരെണ്ണം കൊണ്ട്, അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും നമ്മൾ ചുരുക്കത്തിലൊന്ന് സൂചിപ്പിച്ചാൽ നിർത്താം. യഥാ നദ്യകൾ സെന്തമാന സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാത് വിമുക്ത പരാത് പരം പുരുഷമുപേതി ദിവ്യമായ പുരുഷനെ വിദ്വാൻമാർ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? നാമരൂപങ്ങൾ കളഞ്ഞിട്ടാണ്. എങ്ങനെ? അത് തന്നെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒഴുകുന്ന നദികൾ സമുദ്രത്തിൽ ചെന്ന് വീണിട്ട് പിന്നെ പേരോ രൂപമോ ഒന്നുമില്ലാതെ സമുദ്രം തന്നെയായി മാറുന്നത് പോലെ വിദ്വാൻമാർ, കാര്യങ്ങൾ അറിയാവുന്നവർ, അവരുടെ തന്നെ നാമവും രൂപവും ഉപേക്ഷിച്ചിട്ട് അവർ പരമമായ പുരുഷനെ പ്രാപിക്കുന്നു. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതല്ല. അത് വേറൊരു ഉപനിഷത്തിലോ, അതായത് ഇവിടെ ശ്വേത അശ്വതര ഉപനിഷത്തിൽ 5:14 നമ്മളത് കണ്ടതാണ്. അപ്പൊ അത് അവരുടെ ദേഹത്തെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ആത്മജ്ഞാനം ഉണ്ടാകും, ദേഹത്തെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണിത്. ഈ സാമാന്യേന മുണ്ടക ഉപനിഷത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രത്തോളമാണ്. അതിന് നിങ്ങൾക്ക് ഒരുവിധം എന്തെങ്കിലും ഒരു മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ഉപനിഷത്തുകളെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം. ആ പുസ്തകം വാങ്ങിച്ച് വായിക്കാൻ ശ്രമിക്കുക. നന്ദി. താല്പര്യമുള്ളവർ നന്ദി, നമസ്കാരം.